ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ? ക്യാരറ്റ് പുട്ട്. അപ്പോൾ അത് ക്യാരറ്റ് ചെത്തി വെച്ചിട്ടുണ്ട്. സാറാസിൻ്റെ അങ്ങനെ മാവ് നമ്മളിതാ പാത്രത്തിലോട്ടിട്ടു. ക്യാരറ്റ് ചെത്തിയെടുത്തതാണ്. ഉപ്പ് മിക്സ് ചെയ്ത് വെള്ളം തളിക്കുന്നതാണ്. അങ്ങനെ മാവും ക്യാരറ്റും വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യണല്ലേ ക്യാരറ്റ് വെച്ച്. നോക്കാം മക്കളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇത് കഴിച്ചിട്ട്. മക്കൾക്ക് ഇത്ര ക്യാരറ്റ് തോരനൊക്കെ വെച്ചാൽ കഴിക്കാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ പുട്ട് നല്ല കളർഫുള്ളായതുകൊണ്ട് ചിലപ്പോൾ കഴിച്ചൊന്നുമില്ല. ഇത് അമ്മേൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ അവർക്ക് സ്കൂളിലെ ദിവസമൊക്കെ എന്നും ദോശ, ഇഡ്ഡലി, അപ്പം അങ്ങനത്തെ ഐറ്റമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇന്നെന്തായാലും ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് വെറൈറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് മാവും പുട്ടുകുറ്റിയിലിട്ടിടാം. ആദ്യം തേങ്ങ, പിന്നെ മാവ്, അടുത്ത തേങ്ങ, പിന്നെ മാവ്, പിന്നെ പുട്ടുകൊട്ടെടുത്ത് അടച്ചു വെച്ചു. പുട്ടുകുറ്റിയിൽ നിന്ന് ആവി വന്നുകൊണ്ടിരിക്കണം. നമുക്ക് നോക്കാം എന്തുകൊണ്ട്. ആവി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ സൂപ്പർ. അപ്പം നമുക്കിതിൻ്റെ കൂടെ പയറും പപ്പടമോ പഴമോ, അപ്പം നമ്മളിന്ന് വച്ചിരിക്കുന്നത് കടലക്കറിയാണ്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. അങ്ങനെ ക്യാരറ്റ് പുട്ടും കടലക്കറി. ഇനി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. കുഞ്ഞുട്ടാ, ക്യാരറ്റ് പുട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടപ്പെട്ട? നിനക്കല്ലേ ക്യാരറ്റ് കഴിക്കാൻ മതി, അപ്പം ഇങ്ങനെ ചെയ്തു. കൊള്ളാമോ? സൂപ്പർ.